ഉറപ്പാ. ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തല്ലേ? ഡോക്യുമെന്റ്സ് വേറെന്താ? പ്ലാൻ, എസ്റ്റിമേറ്റ്, പിന്നെ കാർഡ്, സാലറി സർട്ടിഫിക്കറ്റ്, ഫോട്ടോ ഉണ്ട്, എല്ലാം ഉണ്ട്. മറ്റേ IT അടിയാച്ച പേപ്പർ അതുണ്ട്. വേറെ ഒന്നും വേണ്ടല്ലോ? വേറെ ഒന്നും വേണ്ട. ഇനി എന്തെങ്കിലും ചോദിക്കാനോ കൊടുത്താൽ പോരെ? ഞാൻ ചോദിക്കണം അതല്ല. ഇപ്പം നമ്മൾ ലോൺ എടുത്തെന്ന് വിചാരിക്കും. ലോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വന്നു. ഈ പൈസ നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോയി അടച്ചു കഴിഞ്ഞാൽ അത്രയും അങ്ങ് വീടില്ലേ? അത് നമ്മുടെ കയ്യിലുള്ള പോലെ അടക്കാമല്ലോ. അപ്പോൾ പലിശ കുറഞ്ഞ് കിട്ടും. ആ ബാക്കി നിൽക്കുന്ന എമൗണ്ടിനല്ലേ ഇൻട്രസ്റ്റ് വരുള്ളൂ. അതാണ് എൻ്റെ ഇപ്പം സാലറി എന്നാ പിടിക്കണ എല്ലാ മാസവും. മാനേജരോട് ഞാൻ സംസാരിച്ചത് നമുക്ക് ബാങ്കല്ല. വഴിക്ക് ഇറങ്ങുമ്പോൾ പിറകുന്ന് വിളിച്ചോളൂ. എന്താ അല്ല കനക, നീ എന്തിനുള്ള പുറപ്പാടാ? എന്താ നിന്റെ ഉദ്ദേശം? ഞാനൊരു വഴിക്ക് ഇറങ്ങിയതാണ് ആ ബാങ്കിലെ മാനേജർ ഒന്ന് കാണണം, വീടിന്റെ ലോൺ ശരിയാക്കാൻ വേണ്ടിയിട്ട്. നിന്റെ ഉദ്ദേശം എന്താ? അത് പറ. ഞാൻ ചോദിച്ചോട്ടെ, നീ എന്തിനാണ് അമ്മ എങ്ങനെ വിഷമിപ്പിക്കണേ? നീ അമ്മയെ വിഷമിപ്പിക്കുന്ന കാര്യം ഇപ്പൊ ചോദിക്കാൻ നിൽക്കല്ലേ. ഞങ്ങളൊരു വഴിക്ക് ഇറങ്ങണം, ആ ബാങ്കിലേറ്റം പോവാണ്. ഞാൻ 2 ദിവസമായിട്ട് നിന്റെ അടുത്ത് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുക. ഇവനെ കൊണ്ട് വലിയ ശല്യമല്ലേ. എങ്ങനെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോ അപ്പ വരും. ഫാസിലെ, ഞങ്ങൾ കുടുംബക്കാർ തമ്മിൽ സംസാരിക്കുന്ന കാര്യത്തിൽ നീ ഇടപെടണ്ട കേട്ടല്ലോ. എന്താ നിന്റെ പ്രശ്നം? അത് പറ. നീ അമ്മ 2 ദിവസമായി അവിടെ ഒന്ന് കരച്ചിലും ബഹളമായിട്ടിരിക്കുകയാണ്. എന്തിന്? നീ വീട് പൊളിക്കാൻ പോണെന്ന് പറഞ്ഞു. വീട് പൊളിക്കാൻ പോവാണ്. അതിന് അല്ല, അമ്മയുടെ അതിനെന്താ പ്രശ്നം? അമ്മയുടെ ഞാൻ പൊളിക്കുന്നത് എൻ്റെ വീടല്ലേ, വിഷമിക്കുന്ന എൻ്റെ അമ്മയല്ലേ അല്ലേ? അതിന് നീ ഇത്ര വിഷമിക്കുന്നതിന്? അതെ, നിന്റെ മാത്രം അമ്മയല്ല, എൻ്റെ ഭാര്യയുടെയും കൂടെ അമ്മയാണ്. ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട്. ഇതെൻ്റെ വീട്, വിഷമിക്കുന്നത് എൻ്റെ അമ്മ. എനിക്കില്ലാത്ത വിഷമത്തിനാ നിനക്ക്? അല്ല, നീ ഇതിലിങ്ങനെ വിഷമിക്കണതിനാടാ? അതെ. അല്ല, ഞാനിതെല്ലാം കൂടെ ഇടിച്ചു പൊളിച്ചിട്ട് നിന്റെ തലയിൽ കൊണ്ടുവന്നിടണമെന്നില്ലല്ലോ. നീ എൻ്റെ തലയിലിട്ടോ എന്നാലും കുഴപ്പമില്ല. പക്ഷേ അമ്മയുടെ മനസ്സ് അത്രയ്ക്ക് വിഷമിക്കുകയാണ്. അമ്മയ്ക്ക് ഈ വീടുമായിട്ടൊരു ആത്മബന്ധമുള്ളത് നിനക്കറിയാമോ? അല്ല, അതെന്താ പറഞ്ഞേ? അച്ഛൻ ഹവീൽദാർ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് കയറിയ വീടാണിത്. അത്രയും ബന്ധം അമ്മയ്ക്കുണ്ട് ഈ വീടുമായിട്ട്. എടോ, ഈ ഹവീൽദാരുടെയും ഈ അമ്മയുടെയും മകനാണ് ഞാൻ. എനിക്കറിയാത്ത കഥകളൊന്നും ഇല്ലല്ലോ. അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് നീ ഇങ്ങനെ കാണിക്കല് ശരിയാണോ? ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്യടോ. അവനെന്ത് എടാ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എടാ ക്ലീറ്റസ്, അവന്റെ വീട് പൊളിച്ചു പണിയണം. അതിന് നിനക്ക് എന്താണ്? അതെ അളിയാ, ഇത് ഇത്രയും നല്ലൊരു വീട്, അമ്മ ജീവിച്ചിരിക്കണം. അമ്മയുടെ വലിയൊരു ആഗ്രഹമാണ് ഇവിടെ കിടന്ന് മരിക്കണമെന്നുള്ളത്. അപ്പോൾ ഇത് പൊളിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ മനസ്സ് വിഷമിക്കണം. നീ ഒന്ന് അങ്ങനെ ആലോചിച്ച് നോക്കടാ. ക്ലീറ്റസ്, ഞാനിവിടെ പുതിയ വീട് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കുന്നൊന്നുമില്ലല്ലോ. അമ്മ എൻ്റെ കൂടെ തന്നെ താമസിക്കും. ഇതിനൊക്കെ നല്ല രീതിയിൽ താമസിക്കും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യണേ. നീ ഇപ്പൊ അമ്മയെ പുറത്താക്കണതിന് തുല്യം തന്നെയാണ് ഇത്. എടാ ക്ലീറ്റസെ, കനകം വെക്കാൻ പോണ വീടിന്റെ പ്ലാൻ നീ കണ്ട? ഇത് കണ്ട? നീ അതൊന്നും എനിക്ക് എടാ നോക്കടാ. 2200 സ്ക്വയർ ഫീറ്റ് ആണ്. രാജകൊട്ടാരം പോലെ ഇരിക്കും ഇത്. പുള്ളകളിയല്ല. എന്ത് കൊട്ടാരം കെട്ടിയിട്ട് എന്ത് കാര്യം? സ്വന്തം തള്ളേരെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ഇനി കൊട്ടാരം അല്ല, ഇനി എന്ത് വെച്ചാലും ഒരു കാര്യമല്ല, സമാധാനം കിട്ടില്ല. നീ അമ്മയുടെ വിഷമം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നീ എൻ്റെ അമ്മയുടെ വിഷമം ഇങ്ങനെ പറയുന്നതിന് നിനക്കുണ്ടല്ലോ ഒരു അമ്മ. നീ വലുത് അന്വേഷിക്കണ്ട. അത് എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവിടെ തള്ളയുണ്ടെങ്കിൽ അവർക്ക് 3-4 മക്കള് വേറെ ഉണ്ട് വിഷമം കാണാൻ. ഇവിടെ ഇപ്പൊ നീയും അവള് മാത്രമല്ലേ ഉള്ളൂ. നിനക്ക് ഈ നാവ് ഒരുപാട് കൂടുതലാണ്. എടാ ക്ലീറ്റസ്, നിനക്ക് ഇവിടെ സ്ഥലം തന്നിട്ടില്ലേ? അതുകൊണ്ട് ഇപ്പൊ ഇത് പൊളിക്കുമ്പോ നിനക്ക് സ്ഥലം തന്നിട്ടില്ലേ? നീ വാ, ഞങ്ങള് ബാങ്കിലേക്കാ പോണത്. നിനക്കും ലോൺ ശരിയാക്കി തരാം. അയ്യോ, എനിക്ക് ലോൺ വേണ്ടായേ. അല്ല, നീ അങ്ങ് ചോദിക്കുമ്പോഴേക്കും അവർ ലോൺ അങ്ങ് എടുത്തു തരും. എടാ, ലോൺ എടുക്കണമെങ്കിൽ എന്തെങ്കിലും യോഗ്യത വേണം. ഒന്നുകിൽ അത് തിരിച്ചടയ്ക്കാനുള്ള ജോലി വേണം, ഗവൺമെൻറ് ജോലി വേണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യണം, ഇല്ലെങ്കിൽ അതിനുള്ള ആസ്തി വേണം. IT അടച്ച പേപ്പറൊക്കെ വേണം. IT അടച്ച പേപ്പർ വേണം. നിനക്ക് എന്തുണ്ട്? നിനക്ക് ഒന്നുമില്ലല്ലോ ഈ വായിലെ നാവല്ലാതെ. ഇത് എന്തെങ്കിലും ഉള്ള ആളുകൾക്ക് ലോൺ കൊടുക്കും. വേണ്ടാന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. വേണ്ടാന്ന് വെക്കാൻ നീ വേണ്ടാന്ന് വെക്കണ്ട, അവര് തരൂല്ല. ഒന്നുമില്ലെന്ന് പറയരുത്. അവൻ്റെ അടുത്ത് ഒരു വെള്ളമുണ്ടും ഷർട്ടും ഉണ്ട്. കാര്യം ഓർത്തോ, അമ്മയെ വിഷമിച്ചോണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ട് ഗുണം ഉണ്ടാവൂല കേട്ടാ കനക. നീ പിന്നെ മനസ്സിലാക്കൂ അത്. ഇത് പൊളിക്കാതിരിക്കാൻ എന്താണ് ഒരു വഴി? മറ്റേ മുറ്റൊക്കെ ഇതേപോലെ വേണം കേട്ടോ. ഇതാണ് പൊളിക്കേണ്ട സംഭവം. ഇത് ഇപ്പൊ അങ്ങോട്ടുള്ള പോർഷനും ഇതിന് വരുന്നില്ല. അത് പൊളിക്കില്ല, അത് വേറെയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് വിട്ടിട്ട് വേണം, ഈ സ്ഥലത്ത് വേണം കനകനെ നമുക്ക് പുതിയ വീട് വെക്കാൻ. ഈ സ്ഥലത്ത് പുതിയ വീടും വെക്കണം, ഇത്രയും ഗ്രൗണ്ട് കിട്ടണം, അതിന് സ്ഥാനം ഒന്ന് നോക്കണം. എല്ലാം നമുക്ക് നോക്കാം. അല്ല പിന്നെ
എനിക്ക് പറയാനുള്ളതേ ഇവിടെ പണ്ട് വരുത്തുപോക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വെട്ടം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോകും. പിള്ളേരുടെ അടുത്ത് വിവരം പറഞ്ഞ പിള്ളേരെ ആയിട്ട് അടുക്കൽ അടുക്കത്തില്ല. അല്ല ഇത് ഈ ലൈറ്റിന്റെ അമ്മയ്ക്ക് തോന്നുന്നതാണ്. ഒന്നുമല്ല തോന്നണമൊന്നുമല്ല. ഞാനും കേട്ടിട്ടുണ്ട് ചെലങ്കയുടെ ഒച്ചയാ ചിരിച്ചില്ലാന്നാ രാത്രി. ഈ ഇടയ്ക്ക് കില്ലാന്ന് പറയും. എന്താണെന്ന് അത് കാണണ്ടെന്നൊരു ഒരുമാതിരി ഇങ്ങനെ റൗണ്ട് ഒരൊറ്റ മിന്നല്. പോക്കുവരവുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഈ ഭൂമിക്ക് ഇങ്ങനെ വാസ്തുപരമായിട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് നമുക്ക് കബഡി നിരത്തി നോക്കി അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിന്റെ പ്രതിവിധി ചെയ്താൽ അതങ്ങ് മാറും. എന്നിട്ട് നമുക്ക് അതിന്റെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ നോക്കാം. നമുക്ക്